ഫിസിക്സ് പരീക്ഷയ്ക്ക് അവിടെ ഉള്ളിപ്പോയിന്റ് എല്ലാം അറിയാനുണ്ടായിരുന്നു. അതെല്ലാം തിരുത്തി വേണം നമുക്ക് കെമിസ്ട്രിക്ക് പോകാൻ. എന്താ നമുക്ക് കെമിസ്ട്രി പഠിക്കണ്ടേ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെമിസ്ട്രി സ്റ്റഡി വ്ലോഗ് ആണ് കേട്ടോ. ബോർഡ് എക്സാം പ്രിപ്പറേഷൻ ആണ്. സോ ലെറ്റ് us സ്റ്റാർട്ട് മൈ പഠിത്തം വിത്ത് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് ചെയ്യാം. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ എളുപ്പമുള്ളൊരു ചാപ്റ്ററിൽ നിന്ന് അങ്ങനെ പഠിച്ച് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ആ ഒരു മൂഡ് പോകരുതല്ലോ. ഫിസിക്സിനെ എനിക്ക് കുറേ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം തിരുത്തി നമുക്ക് കെമിസ്ട്രിയിൽ പോകണം. കെമിസ്ട്രിയിലും അങ്ങോട്ടുള്ള ചാപ്റ്റേഴ്സിലും പോകണം. കാരണം ടൈം അഡ്ജസ്റ്റ്മെൻറ്റ് അതൊക്കെ എനിക്ക് കറക്റ്റാക്കി പോകണം. ആക്ച്വലി ഞാൻ ഈ 10 ചാപ്റ്ററും ഞാൻ മോഡൽ എക്സാമിന് പഠിച്ചിട്ടുണ്ടായിരുന്നതാണ്. സോ എനിക്കിതൊന്ന് റിവൈസ് ചെയ്ത് പോയാൽ മതി. കുറച്ചേറെ PYQs ഒക്കെ ചെയ്യാനുണ്ട്. അപ്പം ഞാൻ ആലോചിച്ചു എന്നാൽ നിങ്ങൾക്ക് കൂടെ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 10 ചാപ്റ്റർ എനിക്ക് ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് 10 ചാപ്റ്ററെങ്കിലും മാക്സിമം ഞാൻ കംപ്ലീറ്റ് റിവൈസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. മാക്സിമം ഞാൻ ഇന്ന് റിവൈസ് ചെയ്ത് പോകും. എല്ലാ കാര്യങ്ങളും ചെയ്തു പോകാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഓർഗാനിക് എനിക്ക് കുറച്ച് ടഫാണ്. അതിൽ ഫിനോൾ ആൽക്കഹോൾ ഫിനോളിൻ്റെ ചാപ്റ്ററും ആൽഡിഹൈഡ് കീറ്റോൺസിൻ്റെ ചാപ്റ്ററും ആണ് എനിക്ക് കുറച്ചുകൂടെ ടഫായിട്ട് തോന്നിച്ചത്. സോ ഞാൻ അതിൽ കുറച്ചുകൂടെ എന്താണ് ഓർഗാനിക്കിൽ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റഡ് ആയിട്ടിരുന്നിട്ട് ബാക്കിയെല്ലാം എനിക്ക് ഒന്ന് കുറച്ച് തിയറി കൺസെപ്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സാണ്. അതിലും എന്താണ് നല്ല ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ചാപ്റ്റേഴ്സും ഉണ്ട്. സോ അതൊക്കെ നല്ലതായിട്ടൊന്ന് അത് നമുക്ക് തിയറി കൺസെപ്റ്റ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വായിച്ചാലും പഠിക്കാൻ പറ്റും. സോ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഞാൻ ഇന്ന് നോക്കാൻ പോകുന്നത് ഓർഗാനിക് കെമിസ്ട്രിയിലായിരിക്കും. ദെൻ നാളെയൊക്കെ കൊണ്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള PYQs ഇപ്പോൾ എക്സാംസ് കുറേ ക്വസ്റ്റ്യൻസ് ശരിക്കും പ്രാക്ടീസ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. കാരണം എനിക്ക് നമ്മുടെ എക്സാമിന് കെമിസ്ട്രിയുടെ എക്സാമിന് ലാസ്റ്റ് ആയിട്ടുള്ള ആ ഒരു സെഷനിലേക്കൊക്കെ പോകുമ്പോൾ ഓർഗാനിക്കിനായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക. ഇപ്പം ലൈക്ക് എന്താണ് ഇപ്പം കീറ്റോണിനെ എങ്ങനെ ഇപ്പം എന്താണ് ഒരു കാർബോക്സിലിക് ആസിഡ് ആക്കി മാറ്റാം, ലൈക്ക് പ്രൊപ്പനോയിക് ആസിഡ് ആക്കി മാറ്റാം. ആ ഒരു കൺസെപ്റ്റിൽ വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് കാണുമല്ലോ. സോ അതൊക്കെ അതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ലപോലെ എനിക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. അതിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ല. സോ അതുകൊണ്ട് തന്നെ അതൊക്കെയാണ് ചെയ്യേണ്ടത്. ഞാൻ അതൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചു കൊണ്ട് പോകുന്നത്. അപ്പം വീഡിയോയിലോട്ട് പോകാം. ഫിസിക്സ് പരീക്ഷ കഴിഞ്ഞതിൻ്റെ ആഘാതം എല്ലാം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പനി പിടിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം വെച്ചിട്ടായിരുന്നു ഞാൻ ഈ ഒരു ചാപ്റ്റർ മാത്രം പഠിച്ചത്. നോക്കണ്ടുണ്ണി ആ കുത്തിയിരുന്ന് പഠിച്ചത് മൊത്തം ഞാൻ ഡി ആൻഡ് എഫ് ആണ്. കാരണം ഇന്നത്തെ ദിവസം കൊണ്ട് ഞാൻ ആ ഒരു ചാപ്റ്റർ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. വന്ന പനി എന്തായാലും ടെൻഷൻ കൊണ്ടല്ലാണ് എന്ത് വന്ന് എനിക്കറിയത്തില്ല. എന്തായാലും വന്ന സാധനം നല്ല കേമായിട്ടാണ് വന്നത്. എന്നെ കിടപ്പിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ളൊരു പനി. ഇൻട്രോ ഞാൻ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നുകൊണ്ട് ചാപ്റ്റേഴ്സ് എല്ലാം റിവൈസ് ചെയ്യണമെന്ന്. പക്ഷേ നടന്നിട്ടില്ല. എന്തോ ഞാൻ അങ്ങോട്ട് ഓർഗാനിക്കിലേക്ക് തലയിട്ട് നോക്കിയിട്ടില്ല. കാരണം എനിക്കറിയാം അത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഫിസിക്സിനൊക്കെ പിടിച്ച് അൾട്രാ പ്രാന്ത് പിടിക്കുന്നുള്ളൂ. പക്ഷെ പഠിക്കാതെ വേറെ വഴിയില്ലല്ലോ. അപ്പോൾ ഒന്നും നോക്കിയില്ല, അങ്ങോട്ട് കുത്തിയിരുന്ന് പഠിക്കാൻ അങ്ങോട്ട് വിചാരിച്ചു. ഡി ആൻഡ് എഫ് കഴിഞ്ഞെങ്കിലും കെമിക്കൽ കൈനറ്റിക്സിന് നോട്ട് എടുത്ത് വെച്ചെങ്കിലും ഞാനത് പഠിച്ചിട്ടില്ല. തൽക്കാലം ഞാൻ എൻ്റെ കെമിസ്ട്രി പ്രിപ്പറേഷൻ്റെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്.